ഹായ് ഡിയേഴ്സ്, ഞാനൊരു സംഭവമായിട്ട് വന്നതാണ്. ഇത് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ചോപ്ഡ് ക്യാരറ്റ്, ചോപ്ഡ് ജിഞ്ചർ, ചോപ്ഡ് മാംഗോ. ഇത് ചോപ്ഡ് ക്യാരറ്റ്, ചോപ്ഡ് മാംഗോ. ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യും. മാങ്ങ കാണിക്കാനാണ്, മാങ്ങായും മാങ്ങാത്തൊലിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് വെച്ച് ഞാൻ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്ന ഐഡിയയാണ്. സോ കുറച്ച് കസ്കസൊക്കെ കുതുക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് കസ്കസ് മാത്രമല്ല, ഇത് കുതുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആശാളി എന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്നാണ്. ആശാളി അത് നമ്മളെ കഞ്ഞിക്കിടുന്ന വിട്ട് കൊള്ളാം. ഇത് പിന്നെ തണുക്കും, ശരീരം തണുക്കും. സോ ഞാൻ ഇത് ഇട്ടതാണ്, കലക്കി വെക്കാം, നല്ലൊരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി. പിന്നെ പഞ്ചസാര ഇടാം, പഞ്ചസാര ഹണി ഇടാം. ഞാൻ ഹണിയൊന്നും അല്ല ഇടുന്നത്, ഞാൻ പഞ്ചസാര തന്നെയാണ് ഇടുന്നത്. ഐസ് ക്യൂബ്സ് ഇടത്തില്ല ഞാൻ, ബിക്കോസ് എനിക്ക് തണുപ്പടിച്ചാൽ ഞാൻ മയ്യത്താവും. പിന്നെ ഒരു തുള്ളി ഉപ്പൊഴിക്കാം, ലേശം ഉപ്പൊഴിക്കാം. ഐസ് വാട്ടർ ഒഴിക്കാം, പക്ഷേ ഐസ് വാട്ടർ ഒഴിക്കുന്നില്ല, സാദാ വാട്ടറാണ് ഒഴിക്കുന്നത്. ഫോർ ദി വാട്ടർ എന്നാണ് പറഞ്ഞത്, ഫോർ ദി വാട്ടർ. വെള്ളം ഒഴിക്കുന്നു, ഇനി ഇങ്ങനെ ഇടൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇഞ്ചി, മാംഗോ, ക്യാരറ്റ് ഇട്ടു. ഇനി ഇതിനെ അടിച്ച് തകർത്ത് പഞ്ചസാര ഇടണം. എന്നിട്ട് ഞാൻ കുടിച്ച് നോക്കണേ. എൻ്റെ കൂട്ടുകാരി അവൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. സോ ഞാനും ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ഇഞ്ചിയാണ് ഇടുന്നത്, ചിലർ പച്ചമുളക് എനിക്ക് പിടിക്കില്ല. ഓക്കെ, ഇച്ചിരി കസ്കസ് സാധാരണ കോരിയാണ് ഇടുന്നത്, ഞാൻ ഇച്ചിരി അടിച്ച് കലക്കട്ടെ. കുറച്ച് ഇടുകയും ചെയ്യാം, കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം. ആദ്യമായിട്ടായിരിക്കും കസ്കസ് ഇട്ട് അടിച്ച് കലക്ക് നിങ്ങൾ കാണുന്നത്. ഇതാണ് പഞ്ചസാര. പഞ്ചസാര കണ്ടിട്ടില്ലാത്തവർക്ക് പഞ്ചസാര കാണാം. കസ്കസിൻ്റെ മുകളിൽ പഞ്ചാര ഇടട്ടെ, ഇച്ചിരി മധുരമൊക്കെ വരട്ടെ. ചിലപ്പോൾ ഇച്ചിരി പുളിയിരിയും കൂടെ കിടന്ന് എരിച്ചാലോ. ഇഞ്ചിയുടെ താഴ്ച കലക്കട്ടെ. അയ്യോ, അപ്പോൾ ഇത് അടിച്ച് ഇളക്കിയിട്ട് നമ്മൾ എടുത്തു ഗൈസ്. എന്നാൽ ഇത് അരിക്കാനൊന്നും നിൽക്കരുത്, ഫാഷൻ കാണിക്കാൻ നിൽക്കരുത്. ബിക്കോസ് ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ ചെല്ലണം. ഏത് ജ്യൂസ് അരിച്ച് കുടിക്കുന്നൊരു സമ്പ്രദായമുണ്ട്. എല്ലാ മിക്സിയിലും ഗ്രൈൻഡറിലും എല്ലാം അരിച്ചാണ് വരുന്നത്. അരിച്ച് വരുമ്പോൾ എടുത്ത് കുടിക്കരുതേ, അടിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കസ്കസ് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കസ്കസ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്താലൊന്നും ഇരിക്കില്ല, അത് കൊച്ചൊന്നും അല്ലല്ലോ ഒരിടത്ത് ഇരുത്തുമ്പോൾ ഇരിക്കാൻ. അതങ്ങ് കലിക്കാൻ മതി. കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. എനിക്ക് വെള്ളമൊന്നും ഇഷ്ടമല്ല, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. വെള്ളം പോലെ കുടിക്കുക. ഇതിപ്പോൾ പായസം പോലെ ഇരിക്കും. എനിക്ക് കട്ടി ജ്യൂസാണ് ഇഷ്ടം. സോ നിങ്ങൾക്ക് വേനൽ ചൂടിൽ കാന്താരി ഇട് കിട്ടാ. കാന്താരി മാങ്ങയും പഞ്ചസാരയും ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു വെറൈറ്റിയാണ്. ഇത് കസ്കസ് ഞാൻ തോനെ ഇട്ടായിരുന്നു. അങ്ങനെ നമുക്ക് കസ്കസിന് ഒരു ദാരിദ്ര്യമില്ല. അപ്പോൾ ഞാൻ കുടിച്ച് നോക്കട്ടെ, എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ കേട്ടോ. ഇത് കണ്ടറിഞ്ഞൂടെ, ഒരു സ്പൂണിൽ ഇച്ചിരി കുടിച്ച് നോക്കട്ടെ. ഹാ ഭയങ്കര ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ്. പുളി എരി മധുരം. ഇത് ഞാൻ കുടിച്ചങ്ങ് തീർക്കാൻ പോവുകയാണ്, ഖാലിയാക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതെല്ലാം ഉണ്ടാക്കി കഴിക്കണം. എല്ലാവർക്കും ആരോഗ്യ സൗകര്യം നേരുന്നു. ഓക്കെ ഡിയേഴ്സ്,